ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഞങ്ങൾക്കിന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. ഞങ്ങളുടെ ചെറിയ സ്റ്റാർട്ടപ്പായ ഗോൾഡൻ ഡിവൈൻ കാറ്ററിങ്ങിൻ്റെ പാലുകാച്ചലാണിന്ന്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്, സനുചേട്ടൻ്റെ അമ്മയും വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇനി ഓഫീസിലോട്ട് പോവുകയാണ്. ഞങ്ങളിവിടെ എത്തിയപ്പോൾ സനുചേട്ടന് ആദ്യം ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ സനുചേട്ടൻ്റെ പാർട്ട്ണറും ഫാമിലി എത്തിയിട്ടുണ്ട്. പിന്നെ എല്ലാവരെയും ഒന്ന് കാണാം. അധികം പേരെയൊന്നും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നില്ല. സനുചേട്ടൻ്റെയും പാർട്ട്ണറിൻ്റെയും കോമൺ ഫ്രണ്ട്സ് കുറച്ച് പേരെ മാത്രമേ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ ഞങ്ങൾ ഗണപതി ഹോമത്തിന് കൊടുത്തായിരുന്നു. അപ്പോൾ അത് കാരണം പിന്നെ ഇവിടെ നിന്ന് വെഞ്ചിരിപ്പും കൂടി നടത്താമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അവർ പള്ളിയിൽ അച്ഛനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ വന്ന് അവിടെ നിന്ന് വെഞ്ചിരിപ്പും കൂടി നടത്താൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇവിടെ എല്ലാ സെറ്റിങ്സൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് പാല് കാച്ചാൻ വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. 9 മണി മുതൽ 10 മണിൻ്റെ ഉള്ളിലായിട്ടാണ് ഞങ്ങൾ പാല് കാച്ചാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റും അതിനോട് കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിൻ്റെ സെറ്റിങ്സൊക്കെ. അച്ഛൻ എത്തിയിട്ടുണ്ട്. അപ്പം ഇനി പ്രാർത്ഥന തുടങ്ങുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങുകയാണ്. നമുക്കിനി അതൊക്കെ കാണാം. എല്ലാവർക്കും സ്നേഹവന്ദനം. ഈ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സമൂഹം സംയുക്തമായി പ്രവർത്തന മേഖലയുമായി ബന്ധപ്പെട്ട് മേഖലയിൽ ഉള്ളിലൊതുക്കിക്കൊണ്ട് പോകുവാൻ സാധിക്കുമെന്നുള്ള വിശ്വാസത്തിൽ പ്രത്യേക ഈശ്വരനുള്ള അടിസ്ഥാനത്തിലും വിശ്വാസത്തിലും ഈ സംരംഭം ഇവിടേക്ക് മാറ്റി സ്ഥാപിച്ച് ആരംഭിക്കുമ്പോൾ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ ഇത് ഭംഗിയായി അനുഗ്രഹകരമായി നീങ്ങുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം. ഓരോരുത്തരും ഓരോ മതവിശ്വാസത്തിൽ പെടുന്നവരാണെങ്കിലും ദൈവം ഒന്നേ ഉള്ളൂ. ആ ജഗദീശ്വരനിൽ ആശ്രയിച്ചുകൊണ്ട് ഏത് സംരംഭം ആരംഭിച്ചാലും അതെല്ലാം ശുഭകരമായി തീരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ വിപുലമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ സനോദിനെ അറിയാം. അപ്പോൾ അങ്ങനെ അച്ഛൻ എന്നുള്ള രീതിയിൽ എന്നെ വിളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഏവർക്കും ഒരുമിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കൃപ ലഭിക്കാൻ തക്കവണ്ണം ഇങ്ങനെ ഒരു ചെറിയ സംരംഭം തുടങ്ങുമ്പോൾ ഏതൊരു സംരംഭവും ആരംഭിക്കുന്നത് ചെറുതായിട്ടാണ്. അതിനെ വളർത്തി വലുതാക്കുന്നത് ദൈവത്തിൻ്റെ കൃപയും നമ്മുടെ കഠിനാധ്വാനവും ഒന്നുകൊണ്ട് മാത്രമാണ്. അപ്രകാരം ആ കഠിനാധ്വാനത്തിലൂടെ ഇത് വളർത്തപ്പെടുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നമുക്ക് ഏവർക്കും പ്രാർത്ഥിക്കാം. പരിശുദ്ധനാകുന്നു, ബലവാനെ പരിശുദ്ധനാകുന്നു, അന്നമില്ലാത്തവനെ പരിശുദ്ധനാകുന്നു, ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ പരിശുദ്ധനാകുന്നു, അന്നമില്ലാത്തവനെ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നമസ്കാരവും ശുശ്രൂഷയും കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. പാപികളായ ഞങ്ങളോട് കരുണ ചെയ്യുന്ന രാജാവേ നിനക്ക് സ്തുതി. മാറുമ്പോൾ
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാകപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ട സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. രക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, വിനിയോഗത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ നാലാജു ശക്തി മഹത്വം ഹൃദയത്തിലാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ മറ്റൊരു ദേശത്തേക്ക് കൊണ്ടുപോയി അവനെയും അവന്റെ സന്തതിയും അനുഗ്രഹിച്ച കർത്താവേ, ഇപ്പോൾ നിന്റെ മക്കൾ ആരംഭിക്കുന്ന ഈ പുതിയ സംരംഭത്തെ അനുഗ്രഹിക്കണമേ. എന്നിൽ ആശ്രയിച്ചുകൊണ്ട് സകലവും പ്രവർത്തിപ്പാൻ ഇവരെ നീ സഹായിക്കണമേ. ഇതിലെ പ്രവർത്തകരെല്ലാം പരസ്പരം ബഹുമാനത്തോടും ഐക്യത്തോടും അഭ്യുദയകാംക്ഷയോടും വിശ്വസ്തയോടും കൂടെ വേലമാറാകുന്നത്. പരസ്പരം സഹകരിച്ചും മറ്റുള്ളവരുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കിയും കഴിയുന്ന വിട്ടുവീഴ്ചകൾ ചെയ്തും ഇതിൽ പ്രവർത്തിപ്പാൻ ഇവർക്ക് സംഗതിയാക്കണമേ. മനുഷ്യ സഹജമായി ഇവരിലുണ്ടാകാവുന്ന തെറ്റിദ്ധാരണകളും മുൻവിധികളും സൗഹാർദ്ദ സംഭാഷണങ്ങളിൽ കൂടി ദൂരീകരിക്കുന്നതിനും ലോകത്തിൽ നിന്നും പരദൂഷണത്തിൽ നിന്നും ഒഴിവാക്കുന്നതിനും സഹായിക്കണമേ. പ്രതികാര ബുദ്ധിയിൽ നിന്നും സമരങ്ങളിൽ നിന്നും അതുപോലെ തന്നെ കഠിനമായ ശിക്ഷണ നടപടികളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഒരു ശരീരത്തിലെ അവയവങ്ങളെ പോലെ വർദ്ധിക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും സംഗതിയാക്കണമേ. വിവിധ ചുമതലകളിൽ പ്രവർത്തിക്കുന്ന ഏവരും നിന്റെ കാര്യവിചാരകന്മാരാണെന്ന് ഓർത്തുകൊണ്ട് അവരുടെ ധനവും സമയവും കഴിവുകളും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുവാനോടൊന്ന് സഹായിക്കണമേ. ആരോഗ്യവും ധനവും നശിപ്പിക്കുന്ന ദുശീലങ്ങളിൽ നിന്നും ദുർശരവുകളിൽ നിന്നും ധൂർത്തിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും നീ കാത്തുകൊള്ളണമേ. ഉടമസ്ഥരും ജോലി ചെയ്യുന്നവരുമായ എല്ലാവരെയും നിന്നെ എപ്പോഴും മഹത്വപ്പെടുത്തുമാറാകണമേ. സർവശക്തനും കാരുണ്യവാനും മനുഷ്യ സ്നേഹമുള്ളവനുമായ ദൈവമായ കർത്താവേ, നീ സകലത്തിന്റെയും സൃഷ്ടിതാവും വീണ്ടെടുപ്പുകാരനുമാകുന്നുവല്ലോ. ഭയഭക്തിയോടെ നിന്റെ സന്നദ്ധയിൽ നിൽപ്പാനും പ്രകാശത്തോടും വിശുദ്ധിയോടും കൂടെ നിന്നെ ശുശ്രൂഷിപ്പാനും ഇന്ന് നല്ല തിരുവിഷ്ടപ്രകാരം നിന്നെ പ്രസാദിപ്പാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ പരിപാലനയെ ഞങ്ങളെ സംരക്ഷിക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ അധ്വാനങ്ങളെയും പരിശ്രമങ്ങളെയും നീ ഫലപ്രദമാക്കുകയും അനേകരുടെ ഉപജീവനത്തിന് ഉപയുക്തമാക്കുകയും ചെയ്യണമേ. തച്ചുനായ യൗസേഫിന്റെ ഭവനത്തിൽ ജീവിച്ച് അവനെ ദൈവഭവനമാക്കി തീർക്കാൻ പുത്രൻ മുഖാന്തരം നാഥ ഞങ്ങളുടെ വിവിധ തൊഴിൽ മേഖലകളെ അവിടുന്ന് അനുഗ്രഹിക്കുകയും ചെയ്ത് ജീവിക്കുവാൻ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, ആയുഷ്കാലമില്ലാതെ സന്നിധിയിൽ നിന്ന് കരുണയും കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധമായ സംബന്ധം സഹവാസം ദൈവമേ, ഇവിടെ ആരംഭിച്ചിരിക്കുന്ന പുതിയ സംരംഭത്തിന്മേലും ഇതിന്റെ പ്രവർത്തകരുടെ മേലും ഇതിന് ചുക്കാൻ പിടിക്കുന്നവരുടെ മേലും ഇതിൽ സഹകരിക്കുന്നവരുടെ മേലും സർവോപരി ഒത്തൊരുമയോടുകൂടി ദൈവാശ്രയത്തിൽ കഠിനാധ്വാനത്തോടുകൂടി പ്രവർത്തിക്കുന്നതെല്ലാം അനുഗ്രഹകരമായിരിക്കുന്നവരുടെ നന്മകളുടെ മേലും ഇപ്പോഴും എപ്പോഴും അനുഗ്രഹിക്കുന്നുണ്ടായിരിക്കട്ടെ. പാലുകാച്ചലിന് വേണ്ടിയിട്ട് അച്ഛനും സനുജേട്ടൻ്റെ അമ്മയും പാർട്ട്ണറിൻ്റെ അമ്മയും കൂടി ഒന്നിച്ചാണ് തീ കത്തിക്കുന്നത്. അങ്ങനെ പാല് കാച്ചൽ കഴിഞ്ഞു. പാലെല്ലാം തിളച്ച് തൂവി. ഇനി അടുത്തത് ഫുഡ് കൊടുക്കലാണ് എല്ലാവർക്കും. അതിന് മുന്നിട്ട് ഈ തിളപ്പിച്ച പാൽ എല്ലാവർക്കും കൊടുത്തു. അത് കഴിഞ്ഞതും ബ്രേക്ക്ഫാസ്റ്റും എല്ലാവർക്കും കൊടുത്തു.
അപ്പോഴേക്കും ക്ഷണിച്ച എല്ലാവരും എത്തിയായിരുന്നു, ഒരുവിധം എല്ലാവരും എത്തിയായിരുന്നു. എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്തു, ഞങ്ങളും കഴിച്ചു. ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും ഫ്രീ ആയി കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു. അവർ നാട്ടിൽ പോയായിരുന്നു, അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങൾ നാട്ടിൽ പോവുകയാണ് നാളെ, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ പിള്ളേരെല്ലാവരും കൂടി കളിക്കാൻ തുടങ്ങി. നാട്ടിലോട്ട് പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് മാങ്ങയൊക്കെ ഞങ്ങൾ പറിച്ചു. അവിടെ ചേച്ചിക്കും കുട്ടികൾക്കൊക്കെ മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അമ്മയും അച്ഛനും അതൊക്കെ പറിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ. എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ വീണ്ടും കാണാം.